ഹലോ നമസ്കാരം. അന്നൂസ് കിച്ചൻ സ്റ്റോറീസ് എന്ന പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കിംഗ് എന്ന് പറഞ്ഞത് ഈവനിങ് സ്നാക്ക് ആക്കാൻ പോകുമായിരുന്നു. ഞാൻ എൻ്റെ മോനിപ്പോൾ എത്തും, ഏകദേശം 3 മണി കഴിഞ്ഞു സമയം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് സ്നാക്ക് ആക്കുന്നത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇവിടെ പഴം ഉണ്ട് കേട്ടോ. ഇവിടെ പഴം പഴുത്ത് കഴിഞ്ഞാൽ അധികം ആരും തന്നില്ല, നല്ലോണം ഈ ഒരു പരുവത്തിലായാലും ഒട്ടും തന്നില്ല ആരും. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എന്തെങ്കിലും ആക്കാനും. പിന്നെ കുറേ ദിവസമായി ഒരാളെന്നോട് പഴംപൊരി ആക്കി തരുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാലും പഴം പഴുത്തല്ലേ, ഇങ്ങനെ തന്നില്ല, അപ്പോൾ പിന്നെ പഴംപൊരി ആക്കിയിട്ട് കൊടുക്കുക, അത് കഴിക്കും. അപ്പം ഞാൻ വിചാരിച്ചു പഴംപൊരി ആക്കി കളയാതെ. അപ്പോൾ ആ പഴംപൊരി ആക്കുന്ന വീഡിയോ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാറ്. അപ്പോൾ അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഞാൻ പഴംപൊരി ആക്കുന്നതെന്നുള്ള വീഡിയോ കാണാം. പഴംപൊരിയാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം പഴം കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ചൂടെടുത്ത് വരക്കാൻ തുടങ്ങി. ഞാൻ പഴംപൊരി ആക്കാൻ വേണ്ടി പഴം മിഡിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് ലോങ് ആയിട്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ഇങ്ങനെയാണോ ആക്കാറ് അതോ വിൽഗനെയാണോ ആക്കാറ്? എന്നോട് കമന്റിൽ പറയാൻ മറന്നു പോകരുതേ. വിൽഗനെ ആക്കിയാൽ എൻ്റെ മോന് അത്ര ഇഷ്ടമല്ല, പൊതുവേ അവന് ചെറുതായിട്ട് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ മിഡിൽ നിന്ന് ഞാൻ പഴം കട്ട് ചെയ്ത് അങ്ങനെയാണ് ഞാൻ ഇതേപോലെ നേർങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. അതും ഞാൻ വെറും 2 പഴം മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് പഴംപൊരി ആക്കാൻ വേണ്ടിയിട്ട് പഴം കട്ട് ചെയ്ത് വെക്കാം ആദ്യം തന്നെ. ഇതൊരു പഴംപൊരി റെസിപ്പീൻ്റെ വീഡിയോ ഒന്നുമല്ല കേട്ടോ, ഞാൻ ആക്കുമ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. അപ്പം നമുക്ക് പഴം കട്ട് ചെയ്ത് വെക്കാം. മൈദയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ പഴംപൊരി ആക്കാൻ വേണ്ടി ഞാൻ മൈദ എടുത്തത് നിങ്ങളെല്ലാവരും കണ്ടു. അപ്പോൾ ഇനി നമ്മൾ ഇതൊരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അളവിലാണ് മൈദ എടുത്തിട്ടുള്ളത്. നിങ്ങൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ടാണ് മൈദേൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കും വേണ്ടുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാൻ പഞ്ചസാരയും അതുപോലെ ഒരു ഏലക്കയും ചതച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. പഞ്ചസാര ഞാനൊരു 3-4 ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഞാൻ എടുത്തിട്ടുണ്ട്. കുറച്ച് മധുരം ജാസ്തി വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവാണെങ്കിൽ അത് കുറക്കാം, കൂടുതൽ വേണ്ടെങ്കിൽ ഇന്നും കൂട്ടാം. അപ്പോൾ ഇനി ഒരു ഏലക്ക ചതച്ചിട്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികമൊന്നുമില്ല, ഒറ്റൊരു ഏലക്ക മാത്രം, ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടുള്ള. ഇത് ഓപ്ഷണലായിട്ടോ, നിങ്ങൾക്ക് വേണ്ടിക്ക് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ആ ഒരു പാർട്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വെള്ളം അല്പം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് ഈ മൈദ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലുള്ള ബാറ്ററിലേക്ക് ആക്കിയെടുക്കാം. അധികം ലൂസാകും വേണ്ട, അധികം തിക്കും വേണ്ട, ഒരു മീഡിയം ബാറ്ററിലേക്ക് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏതൊരു മോഡലിലാണ് എടുക്കുന്നതെന്നുള്ളത്. ഒരു പരുവത്തിലാട്ടോ നമ്മളെ ബാറ്റർ വേണ്ടുന്നത്, നമ്മളെ മാവ് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി പഴംപൊരി ആക്കാൻ വേണ്ടിയിട്ട് ഒരു കടായി എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കടായി ചൂടാകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ പറ്റുന്നതും ചെറിയ കടായി എടുക്കാൻ ശ്രമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ചെറിയ കടായി ആകുമ്പോൾ നമുക്ക് അത്ര ക്വാണ്ടിറ്റി ഓയിലിൻ്റെ ആവശ്യം വരുള്ളൂ. അതേസമയം വലുതാകുമ്പോൾ ഒരുപാട് ഓയിലിൻ്റെ ആവശ്യം വരും. ഒന്നാമത് ഇത് മധുരമുള്ള പലഹാരം ആകുമ്പോൾ പിന്നെ അത് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് കഴിഞ്ഞും ചെറിയ കടായി എടുത്തിട്ട് കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴംപൊരി, പഴം ഈ മാവിൽ മുക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന്. അങ്ങനെ നമുക്ക് ഓരോ പഴമായിട്ട് മാവിൽ മുക്കിയതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ കൈ കൊണ്ട് തന്നെ ഈ ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ചൂടായി വരാം, അതായത് പൊരിച്ചെടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരു സൈഡ് ആയതിന് ശേഷം ഒരു സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്ലോട്ടഡ് സ്പൂണ് കൊണ്ടോ നമുക്ക് അത് ഓപ്പോസിറ്റ് സൈഡും കൂടി
തിരിച്ചിട്ട് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടി വേവിച്ചെടുക്കാം. കളറ് കണ്ടിട്ട് കരിഞ്ഞു പോയതാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. ഞാൻ കുറച്ച് ക്രിസ്പി ആക്കാൻ വേണ്ടി ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നു. കാരണം എൻ്റെ മോന് കുറച്ച് ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടം. അതുകൊണ്ട് ആ ഒരു ഗോൾഡനിഷ് കളർ അടിച്ചതാണ്, അല്ലാണ്ട് കരിഞ്ഞു പോയതല്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ക്രിസ്പി ആണോ ഇഷ്ടം അത് സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരിയാണോ? എൻ്റെ മോന് കുറച്ച് ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആട്ടോ ഇഷ്ടം. അതുകൊണ്ട് മോനൊരു പ്രത്യേക ടേസ്റ്റിലുള്ള സാധനങ്ങളോടാണ് താല്പര്യം കൂടുതൽ. അപ്പം നമ്മൾ ഈ സെറ്റ് പഴംപൊരി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത പഴം കൂടി ഇതേപോലെ മാവിൽ മുക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഓയിലിലേക്ക്. അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് ഇതേപോലെ ആക്കിയെടുക്കാം. കഴിഞ്ഞ് പഴംപൊരി ആക്കുമ്പോൾ പഴം ഇടുന്ന ടൈം, അതായത് ഓയിലിലേക്ക് ആഡ് ചെയ്യുന്ന ടൈം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ അതിന് ശേഷവും കുറച്ച് സമയം ഒന്ന് ഫ്ലെയിം കൂട്ടി വെക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോന് ഞാൻ പറഞ്ഞല്ലോ ക്രിസ്പി ആയിട്ടാണ് ഇഷ്ടമെന്ന്, അതിന് വേണ്ടിയിട്ട്. അത് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ആക്കിയെടുക്കാം പഴംപൊരി. അപ്പോൾ ബാക്കിയുള്ള പഴംപൊരിയും കൂടി നമുക്ക് ഇതേപോലെ ആക്കിയെടുക്കാം. നിങ്ങളും ഈ ഒരു മോഡലിലാണോ പഴംപൊരി ആക്കുന്നതെന്ന് എന്നോട് കമന്റിൽ പറയാൻ മറന്നു പോകരുത്. അപ്പൊ ഇതൊരു ഷോർട്ട് പഴംപൊരി റെസിപ്പി വീഡിയോ ഒന്നല്ല, ഞാനൊരു പഴംപൊരി ആക്കുമ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് എടുത്തൊരു വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾ ഇങ്ങനെയാണോ പഴംപൊരി ആക്കാറെന്ന് എന്നോട് കമന്റ് ചെയ്യാൻ പറയാൻ മറന്നു പോകരുത്. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണുക. വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.